ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി എസ്എഫ്ഐ എബിവിപി യൂണിയൻ പ്രസിഡന്റ് തുഷാർ ദഹ്ദ അഡ്മിഷൻ നേടിയത് ക്രമവിരുദ്ധമായെന്ന് വെളിപ്പെടുത്തൽ. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും എസ്എഫ്ഐ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. രാജ്യത്തെ പ്രധാന സർവകലാശാലയായ ദില്ലി സർവകലാശാല എബിവിപി യൂണിയൻ പ്രസിഡന്റ് തുഷാർ ദഹ്ദയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് വിദ്യാർത്ഥി സംഘടനകളായ എസ്എഫ്ഐയും എൻഎസ്യുയും രംഗത്ത് വന്നത്. ഒരേ വർഷത്തിൽ 2 വിഷയങ്ങളിൽ +2 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ദഹ്ദയുടെ പേരിലുണ്ടെന്ന ആരോപണമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. 2016-ൽ ആർട്സിൽ +2 CBSE പരീക്ഷയിൽ യോഗ്യത നേടിയതായും അതേ വർഷം തന്നെ ഉത്തർപ്രദേശ് ബോർഡിന്റെ കീഴിൽ +2 സയൻസിൽ യോഗ്യത നേടിയതായും സർട്ടിഫിക്കറ്റുകൾ വ്യക്തമാക്കുന്നു. ഇത് വ്യാജമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഒരു വിദ്യാർത്ഥിക്ക് 75% അറ്റൻഡൻസ് ലഭിച്ചാൽ മാത്രം പരീക്ഷ എഴുതാൻ കഴിയുമെന്ന വസ്തുത നിലനിൽക്കെ ഒരേ വർഷം 2 സ്ഥാപനങ്ങളിൽ നിന്ന് +2 യോഗ്യത നേടിയതിലെ ആശങ്കയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബിരുദ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി അഡ്മിഷൻ നേടിയതിന്റെ പേരിൽ 2018-ലും അന്നത്തെ എബിവിപി യൂണിയൻ പ്രസിഡന്റ് അങ്കിത് ബൈസോയയെ ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നും എസ്എഫ്ഐ ദില്ലി സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി സൂരജ് പ്രതികരിച്ചു. ആളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ആളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഉടനെ തന്നെ ആളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവേശനം നേടുകയും വിദ്യാഭ്യാസ മേഖലയിലടക്കം ക്രമക്കേടുകൾ നടത്തുന്നതിന് BJPയും RSSും പിന്തുണ നൽകുന്നുവെന്ന ആരോപണവും ശക്തമാവുന്നു. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നതോടെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി നൽകിയ സത്യവാങ്മൂലത്തിന്റെ സുതാര്യതയും വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് NSUIയും ദില്ലി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.